ആദ്യ സിനിമ റിലീസ് ആവുന്നതിന് മുമ്പ് തന്നെ കൈനിറയെ സിനിമകൾ ലഭിക്കുക എന്ന് പറയുന്നത് ഒരു നടന്റെ മഹാഭാഗ്യമാണ്. അത്തരത്തിൽ ഭാഗ്യം കിട്ടിയ ഒരു നടനാണ് പൃഥ്വിരാജ്. 2001 ഡിസംബറിലാണ് പൃഥ്വിരാജിന്റെ നന്ദനം എന്ന സിനിമ ഷൂട്ട് ആരംഭിക്കുന്നത്. പക്ഷെ ആ സിനിമയുടെ റിലീസ് നീണ്ടുപോയി. ഏകദേശം ഒരു വർഷം കഴിഞ്ഞ് 2002 ഡിസംബറിലാണ് നന്ദനം റിലീസാവുന്നത്. പക്ഷെ നന്ദനത്തിന്റെ റിലീസിന് മുമ്പ് തന്നെ, നന്ദനത്തിന്റെ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് തന്നെ പൃഥ്വിരാജിന് ഒരുപാട് അവസരങ്ങൾ ലഭിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ അതിനെക്കുറിച്ചൊക്കെ മുമ്പൊരു സെഗ്മെന്റ് ചെയ്തിരുന്നു. എന്തായാലും 2002 എന്ന് പറഞ്ഞ വർഷം പൃഥ്വിരാജിന്റെ കുറച്ച് സിനിമകൾ റിലീസായി. അതിൽ നക്ഷത്രക്കണ്ണൂർ രാജകുമാരൻ അത് വിജയിച്ചില്ല, സ്റ്റോപ്പ് വയലൻസ് വിജയിച്ചു, അത് കഴിഞ്ഞ് നന്ദനം. ഇത്രയും സിനിമകളാണ് പൃഥ്വിരാജിന് അന്ന് തിയേറ്ററിൽ റിലീസായത്. നന്ദനത്തിന് ശേഷം പൃഥ്വിരാജിന്റെ സിനിമകളുടെ ഒരു സ്റ്റാറ്റസ്, അതായത് 2003 എന്ന വർഷം പൃഥ്വിരാജിൻ്റെതായ തിയേറ്ററിൽ റിലീസായ സിനിമകളും അതിൻ്റെ ഒരു ബോക്സ് ഓഫീസ് സ്റ്റാറ്റസിനെ കുറിച്ചൊക്കെയാണ് ഇന്ന് ഞാൻ നിങ്ങളോട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. 2002 ഇറങ്ങിയ നന്ദനം, ആ ഒരു ക്രിസ്മസിന് ഇറങ്ങിയ നന്ദനം അത്യാവശ്യം തിയേറ്ററുകളിൽ ഓടി. ഏകദേശം ഒരു 100 ദിവസത്തോളം പല സെന്റേഴ്സിലും അത് കളക്ട് ചെയ്ത സിനിമയാണ്. നന്ദനത്തിന്റെ ഷൂട്ട് കഴിഞ്ഞ് പൃഥ്വിരാജ് നേരെ ജോയിൻ ചെയ്തൊരു സിനിമ, അതായത് നന്ദനത്തിന്റെ റിലീസിന് ശേഷം എന്ന് വേണമെങ്കിൽ പറയാം. നന്ദനത്തിന്റെ ഷൂട്ടല്ല, നന്ദനത്തിന്റെ ഷൂട്ട് കഴിഞ്ഞ് പൃഥ്വിരാജ് വേറെ സിനിമകൾ ചെയ്തു. നന്ദനം റിലീസായിട്ട് പൃഥ്വിരാജ് ചെയ്ത ഒരു സിനിമയാണ് വെള്ളിത്തിര. ഭദ്രൻ എന്ന സംവിധായകൻ, അദ്ദേഹം മലയാളത്തിൽ ശരിക്കും വിരലിലെണ്ണാവുന്ന സിനിമകളെ ചെയ്തിട്ടുള്ളൂ. അതിൽ സ്ഫടികവും അയ്യർ ദി ഗ്രേറ്റും തന്നെയാണ് നമ്മുടെയൊക്കെ മനസ്സിൽ എപ്പോഴും നിൽക്കുന്ന സിനിമകൾ. ഒളിമിൻ അന്തോണി യാദം എന്ന സിനിമ മോഹൻലാൽ വെച്ച് ചെയ്ത് 99. അതിനുശേഷം അദ്ദേഹം ചെയ്യുന്ന സിനിമയായിരുന്നു വെള്ളിത്തിര. വെള്ളിത്തിര എന്ന സിനിമയ്ക്ക് ഭയങ്കര ഹൈപ്പായിരുന്നു. ആ സിനിമയുടെ ഓഡിയോ ലോഞ്ച് AR റഹ്മാനാണ് വന്നത്. അതതിൻ്റെ നിർമ്മാതാവ് ഗുഡ് നൈറ്റ് മോഹൻ അദ്ദേഹം പറഞ്ഞിട്ടാണ് അന്ന് AR റഹ്മാൻ വന്നത്. അത് ഭയങ്കര ഒരു ഗ്രാൻഡ് പരിപാടിയായിരുന്നു അന്ന്. ഭയങ്കര ഹൈപ്പായിരുന്നു ഒരു സിനിമയ്ക്ക്. പൃഥ്വിരാജും നവ്യ നായരും വീണ്ടും ഒന്നിക്കുന്നു എന്നൊക്കെ പറഞ്ഞ അതിൻ്റെ പാട്ടുകൾ നല്ല ഹിറ്റായിരുന്നു. എന്തായാലും ആ ഒരു സിനിമ ആണ് ആ വർഷം പൃഥ്വിരാജിൻ്റെ ആദ്യം റിലീസാവുന്നത്. അത് ജൂൺ മാസമാണ് ആ സിനിമ റിലീസായത്. തൃശ്ശൂർ രാഗം തിയേറ്ററിലാണ് സിനിമ റിലീസത്. എൻ്റെ ഒരു ഓർമ്മയിൽ ആ വെള്ളിത്തിര സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് ആ പൂരം, അന്ന് 2003 തൃശ്ശൂർ പൂരം മെയ് മാസമായിരുന്നു. തൃശ്ശൂർ പൂരത്തിനൊക്കെ നമുക്കറിയാം ഒരു തൊപ്പിയൊക്കെ, വെയിലായതുകൊണ്ട് എല്ലാവരും തൊപ്പി വയ്ക്കും. അപ്പൊ തൊപ്പി ഫ്രീ ആയിട്ട് ചെറിയൊരു കടലാസിന്റെ ഒരു തൊപ്പി, പേപ്പർ ക്യാപ്പ്, ചെറിയൊരു ക്യാപ്പ്, അതിൽ വെള്ളിത്തിരയുടെ ഒരു ലോഗോ, പേരും ടൈറ്റിലും അതിൻ്റെ ഒരു പോസ്റ്ററും ഒക്കെ വെച്ചിട്ടുള്ള ഒരു തൊപ്പിയായിരുന്നു അന്ന് എല്ലാവർക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഭയങ്കര ഹൈപ്പായിരുന്നു, അതിന്റെ പാട്ടുകളും എല്ലാം കൊണ്ട് ഹൈപ്പായിട്ട് ആ സിനിമ ഫസ്റ്റ് ഡേ തിയേറ്ററിൽ ഇറങ്ങുമ്പോൾ എനിക്കൊണ്ട് പൃഥ്വിരാജിന്റെ അതുവരെയുള്ള സിനിമ, ഒരു സൂപ്പർ സ്റ്റാർ സിനിമയുടെ തിരക്കായിരുന്നു അന്ന് ആദ്യത്തെ ദിവസം. തൃശ്ശൂർ രാഗം തിയേറ്ററിലും എറണാകുളത്ത് അന്ന് ഷേണായ്സ് തിയേറ്ററിലായിരുന്നു എന്നാണ് എൻ്റെ അറിവ്. ഇത് എൻ്റെ പിന്നീട് എൻ്റെ സുഹൃത്തുക്കൾ പറഞ്ഞിട്ടുണ്ട്. ഷേണായ്സ് ആണോ കവിതയാണോ ഷേണായ്സ് എന്ന് തോന്നുന്നു. ആ റോഡ് ബ്ലോക്കാണ് ആദ്യത്തെ ദിവസം. പക്ഷെ ആ സിനിമ ഇറങ്ങി ഒപ്പീനിയൻ വളരെ മോശമായിരുന്നു. അതുകൊണ്ട് തന്നെ 2 ദിവസം 3 ദിവസം കഴിഞ്ഞ് ആ സിനിമയുടെ ഒരു കളക്ഷൻ കുറയാനുണ്ടായിരുന്നു. അതുകൊണ്ട് അതൊരു വലിയൊരു ഹിറ്റ് സ്റ്റാറ്റസിലേക്ക് പോയില്ല. എനിക്ക് തോന്നുന്നു ആ സിനിമ നഷ്ടമാണോ എന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. എങ്കിലും അതൊരു വലിയൊരു ഹിറ്റ് സ്റ്റാറ്റസിലേക്ക് പോയില്ല. കാരണം അതിന് അത്യാവശ്യം ബഡ്ജറ്റ് ഉണ്ടായിരുന്നു. ഇനീഷ്യൽ ഉണ്ടായതുകൊണ്ട് ഒരു വൻ നഷ്ടത്തിലേക്ക് അത് സിനിമ പോയില്ല. പല അഭിപ്രായങ്ങളായിരുന്നു പൃഥ്വിരാജിന്റെ പെർഫോമൻസിനെ കുറിച്ച്. പൃഥ്വിരാജിന്റെ കോമഡി ചെയ്യാൻ അറിയില്ല, പൃഥ്വിരാജ് ഓവറാണ് എന്ന് പറഞ്ഞവരുണ്ട്. എന്നാൽ ആ സിനിമ ഇഷ്ടപ്പെട്ടവരുണ്ട്. പിന്നീട് ആ സിനിമ TV-യിലോ അല്ലെങ്കിൽ DVD ഒക്കെ ഇറങ്ങിയ ശേഷം എല്ലാവരും പറഞ്ഞത് നല്ലൊരു സിനിമയാണല്ലോ എന്ന് പിന്നീട് എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. എന്തായാലും അതിലെ പാട്ടുകളൊക്കെ ഒന്നും പറയാനില്ല, ഗംഭീര പാട്ടുകളായിരുന്നു. ഇത് കഴിഞ്ഞ അതേ മാസം തന്നെയാണ് വിനയന്റെ സിനിമ, മീരയുടെ ദുഃഖം മുത്തുവിന്റെ സ്വപ്നം. എനിക്കൊണ്ട് വിനയൻ അതിന് മുമ്പ് കാട്ടുചെമ്പകമാണ്. കാട്ടുചെമ്പകം കഴിഞ്ഞിട്ട് ചെയ്ത സിനിമയാണ്. വിനയൻ പൃഥ്വിരാജ് കൂട്ടുകെട്ട് തുടങ്ങുന്നത് ഇവിടെയാണ്. ഇത് കഴിഞ്ഞിട്ട് പിന്നീട് വെള്ളി നക്ഷത്രം, സത്യം, അത്ഭുത ദ്വീപ്, കുറെ സിനിമകൾ അവർ ചെയ്തിട്ടുണ്ടായിരുന്നു. മീരയുടെ ദുഃഖം മുത്തുവിന്റെ സ്വപ്നം ഒരു കരിമാടിക്കുട്ടനെ വാസന്തിയൊക്കെ പോലെ വളരെ ഒരു ഇമോഷണൽ ഒരു കഥയാണ് വിനയൻ പിടിച്ചത്. പക്ഷെ അത് ഏറ്റില്ല. ശരിക്കും തിയേറ്ററിൽ ആ സിനിമ പരാജയം തന്നെയായിരുന്നു. അതൊന്നും ഒരു ഹിറ്റ് സ്റ്റാറ്റസിൽ ഇടം നേടിയിട്ടില്ല. അതിന്റെ മറ്റ് കളക്ഷൻ വൈസ് എത്രത്തോളം, അതിന്റെ ബഡ്ജറ്റ് എത്രയായിരുന്നു, അതിന്റെ കളക്ഷൻ എന്ത് കിട്ടിയെന്ന് എനിക്കറിയില്ല. എങ്കിലും അതൊരു ഹിറ്റ് സിനിമയല്ല, തിയേറ്ററിൽ അങ്ങനെ ഓടിയ ഒരു സിനിമയല്ല. പിന്നെ ആ ഓണത്തിനാണ് ഈ പറഞ്ഞ പൃഥ്വിരാജിന് ഈ 2 നിരാശകൾക്ക് ശേഷം ഒരു സൂപ്പർ ഹിറ്റ് കിട്ടിയത് സ്വപ്നക്കൂട്. സ്വപ്നക്കൂടും ഈ പറഞ്ഞ നന്ദനത്തിന് മുമ്പ് തന്നെയൊക്കെ കമല് ഇവരെ വെച്ച് പ്ലാൻ ചെയ്ത് നന്ദനം ഇറങ്ങിയ ശേഷമാണ് അതിന്റെ അനൗൺസ്മെന്റ് ഒക്കെ നടത്തിയത്. 2002 ക്രിസ്മസിന്റെ അന്നത്തെ പത്രങ്ങളിലൊക്കെ അനൗൺസ്മെന്റ് ഉണ്ടായിരുന്നു. ഇങ്ങനെ ഒരു ക്യാമ്പസ് മോഡിലുള്ള സിനിമ കമൽ വീണ്ടും ചെയ്യാൻ പോകുന്നു ഇപ്രാവശ്യം. അതായത് നമ്മൾ ഇറങ്ങിക്കേട്ട അടുത്ത സിനിമ പൃഥ്വിരാജ്, ജയസൂര്യയും കുഞ്ചാക്കോവിനാണെന്നൊക്കെ പറഞ്ഞ അനൗൺസ്മെന്റ് ഉണ്ടായിരുന്നു. എന്തായാലും സ്വപ്നക്കൂട്
ഇതേപോലെ തന്നെ സ്വപ്നക്കൂട് ഞാൻ തൃശ്ശൂർ രാമദാസ് തിയേറ്ററിൽ നിന്നാണ് കാണുന്നത്. ആ സിനിമ അന്ന് ഇറങ്ങിയപ്പോൾ മിക്സഡ് ഒപ്പീനിയൻ ആയിരുന്നു. പക്ഷെ ആ സിനിമ ഹിറ്റായി. പാട്ടുകൾ ഗംഭീര പാട്ടുകളായിരുന്നു. അങ്ങനെ അന്നൊരു ഒരു ഹിന്ദി സിനിമയുടെ ഒക്കെ ഒരു പാറ്റേൺ ആണ്. അതായത് ഇങ്ങനെ ഭയങ്കര വലിയ കഥയോ സ്ക്രീൻ പ്ലേ ഒന്നുമല്ല. പക്ഷെ പാട്ടുകളും തമാശയും റൊമാൻസും ഒക്കെ മിക്സ് ചെയ്തിട്ടുള്ള സാധനം. പ്രത്യേകിച്ച് അന്ന് പൃഥ്വിരാജിനായിരുന്നു ശരിക്കും ആ സിനിമ ഇറങ്ങിയപ്പോൾ ഭയങ്കര ഹൈപ്പ്. പൃഥ്വിരാജ് ഒരു നായകൻ എന്ന രീതിയിൽ പിന്നെ കോമഡി കൈകാര്യം ചെയ്തതിൽ ജയസൂര്യക്ക് ഒരു ബ്രേക്ക് ആയ ഒരു സിനിമയായിരുന്നു സ്വപ്നക്കൂട്. ജയസൂര്യയുടെ വീടിന്റെ പേരും സ്വപ്നക്കൂട് എന്നാണ് ഇട്ടുള്ളത്. കുഞ്ചാക്കോവിന് ശരിക്കും ആ സിനിമ വലുതായിട്ട് ഒരു ഗുണം ചെയ്തിട്ടില്ല. കാരണം ക്രെഡിറ്റും അല്ലെങ്കിൽ കയ്യടി മുഴുവൻ കൊണ്ടുപോയത് ബാക്കിയുള്ള രണ്ടുപേര് തന്നെയായിരുന്നു എന്നുള്ളതാണ് അന്നത്തൊക്കെ എൻ്റെ ഒരു ഓർമ്മ. എന്തായാലും സ്വപ്നക്കൂട് പൃഥ്വിരാജിന് ഗുണം കിട്ടിയ ഒരു സിനിമ തന്നെയായിരുന്നു. പിന്നെ അമ്മക്കിളിക്കൂട് രഞ്ജിത്ത് ഓർഗനൈസ് ചെയ്തൊരു സിനിമയാണ്. രഞ്ജിത്തിന്റെ സ്ക്രിപ്റ്റ് രഞ്ജിത്തിന്റെ സഹോദരനാണ് ആ ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്തത്. പത്മകുമാർ, രഞ്ജിത്തിന്റെ സ്വന്തം ശിഷ്യനായ പത്മകുമാർ ഡയറക്ട് ചെയ്ത സിനിമ. ഞാൻ അമ്മക്കിളിക്കൂടിന്റെ ഷൂട്ടിംഗ് കോഴിക്കോട് സിവിൽ സ്റ്റേഷന്റെ അടുത്ത്, അവിടെ ഒരു ഒരു സ്കൂളാണെന്നാണ് എൻ്റെ ഓർമ്മ. ഒരു സ്കൂളിൽ വെച്ചിട്ടാണ് അത് ഷൂട്ട് ചെയ്തിരുന്നത്. അതൊരു റെയിൽവേ സ്റ്റേഷന്റെ ചെറിയൊരു സെറ്റ് പോലെയൊക്കെ ഇട്ടിട്ട് ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുന്ന ഒരു ഷൂട്ടിങ്ങും അത് തന്നെയാണ്. അമ്മക്കിളിക്കൂട് റിലീസായത് 2003 ഒക്ടോബർ നവംബർ ആ ഒരു ടൈമിലാണ് റിലീസായത്. പക്ഷെ ആ സിനിമ ഒരു സീരിയൽ പോലെ എന്നൊക്കെ അന്ന് പറഞ്ഞിരുന്നു. ചിലവർക്കൊക്കെ അത് ഇഷ്ടപ്പെട്ടു. പക്ഷെ ആ സിനിമ അന്നൊരു ഹിറ്റായില്ല. ഒരു സിനിമ ഹിറ്റായി. പക്ഷെ പത്മകുമാർ എന്ന സംവിധായകന് ഒരു കൊള്ളാം എന്നൊരു പേര് കിട്ടി. അത് കഴിഞ്ഞിട്ട് പിന്നെ അദ്ദേഹം വർഗം വാസ്തവം ഒക്കെ പോലെയുള്ള ഒരുപാട് സിനിമകൾ പൃഥ്വിരാജിനെ വെച്ച് തന്നെ ചെയ്തിരുന്നു. പൃഥ്വിരാജൊക്കെ അതിനുശേഷമുള്ള ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. എനിക്ക് വളരെയധികം റാപ്പുള്ള രണ്ട് സംവിധായകർ പത്മകുമാറും വിനയനുമാണ്. അവരുടെ സിനിമകൾ എനിക്ക് ഒരുപാട് ഇംപ്രൂവൈസ് ചെയ്യാൻ പറ്റാറുണ്ടെന്നൊക്കെ അന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ആയിട്ട് സിനിമകളും അദ്ദേഹം ചെയ്തത് ഇവർ രണ്ടുപേരും സിനിമകളാണ്. പിന്നെ ആ വർഷം ഇറങ്ങിയ ചക്രം 2003 ക്രിസ്മസിന്. ചക്രം കമൽ, ലോഹിദാസ്, ദിലീപ്, മോഹൻലാൽ ഇവരൊക്കെ വെച്ച് ചെയ്യാൻ ഉദ്ദേശിച്ച സിനിമ നമുക്കറിയാം. ആ സിനിമ ഷൂട്ട് മുടങ്ങിപ്പോകുന്നു. വിദ്യാബാലനായ സിനിമ. ഇത് കണ്ട് ലോഹിദാസ് പിന്നീട് ആ സിനിമ വീണ്ടും പൊടിയെട്ടിയെടുത്തു. ഇതേപോലെ നന്ദനം റിലീസായ ആ ഒരാഴ്ച ക്രിസ്മസിന് പൃഥ്വിരാജിൻ്റെതായ വന്ന അനൗൺസ്മെന്റിൽ ഒരു സിനിമയായിരുന്നു ചക്രം. ലോഹിദാസ് അന്നൊരു ഇന്റർവ്യൂവിൽ പറഞ്ഞു, ഞാൻ അടുത്ത് ചെയ്യാൻ പോകുന്ന ചക്രം വീണ്ടും തുടങ്ങാൻ പോവാണ്. പൃഥ്വിരാജും ജയസൂര്യയുമായിരിക്കുമെന്നാണ് പറഞ്ഞത്. പക്ഷെ ജയസൂര്യക്ക് അന്ന് സ്വപ്നക്കൂട് കഴിഞ്ഞ് പുലിവാലി കല്യാണം എന്ന സിനിമ വന്നു കഴിഞ്ഞപ്പോൾ പുലിവാലി കല്യാണത്തിന്റെ തിരക്ക് കാരണം ചക്രത്തിന് ഡേറ്റ് കൊടുക്കാൻ പറ്റിയില്ല. അങ്ങനെ ആ വേഷം വിജീഷ് അഥവാ നൂലുണ്ടയാണ് ആ വേഷം ചെയ്തത്. ചക്രം അന്ന് എൻ്റെ ഒരു ഓർമ്മയിൽ കൈരളി തിയേറ്ററിൽ തൃശ്ശൂര് ഞാൻ മത്സരം എന്ന സിനിമ കാണാൻ പോകണം. അത് ക്രിസ്മസിന് ഒരാഴ്ച മുമ്പാണ്. മത്സരം കാണാൻ പോകുമ്പോൾ പറഞ്ഞു, മത്സരം ഇപ്പം ഒരാഴ്ച കഴിഞ്ഞാൽ അത് ശ്രീലോട്ട് മാറ്റും. അത് കഴിഞ്ഞാൽ കൈരളിയിൽ കള്ളച്ചൂത് ആണ് റിലീസാകാൻ പോകുന്നത്. അന്ന് ആദ്യം ചക്രത്തിന്റെ പേര് കള്ളച്ചൂത് എന്ന് ഇവരിട്ടിരുന്നു. പക്ഷെ എനിക്ക് എന്തുകൊണ്ടാണ് അതിന്റെ ഒരു പേര് അങ്ങനെ മാറി മറിഞ്ഞെന്ന് അറിയില്ല. പക്ഷെ ചക്രം എന്ന പേരിൽ തന്നെയാണ് ആ സിനിമ ഇറങ്ങിയത്. ഞാൻ ആ സിനിമ അന്ന് തിയേറ്ററിൽ കണ്ടതല്ല. പക്ഷെ പിന്നീട് ഞാനത് DVD എടുത്തിട്ടാണ് കണ്ടിട്ടുള്ളത്. എനിക്കതൊരു ആവറേജ് സിനിമയായിട്ട് തോന്നിയിട്ടുള്ളൂ. തിയേറ്ററിൽ എന്തായാലും ആ സിനിമ പരാജയപ്പെട്ടു. അതിന്റെ കാരണം എനിക്ക് തോന്നിയിട്ടുള്ളത് പേഴ്സണലി പൃഥ്വിരാജിന് പറ്റിയ റോളല്ല. അതൊരു മോഹൻലാൽ വെച്ചൊരു സ്ക്രിപ്റ്റ് അന്നൊരു 21-22 വയസ്സുള്ള പൃഥ്വിരാജ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരിക്കലും ഫുൾ ഓഫ് ചെയ്യാൻ പറ്റില്ല. അതും ഒരു റീസൺ ആണ്. പക്ഷെ അതിന്റെ സ്ക്രിപ്റ്റിലും കുറെ പ്രശ്നങ്ങളുള്ളതായിട്ടൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അതെന്താണെന്നറിയാം, ലോഹിദാസ് എന്നൊരു റൈറ്ററുടെ അടുത്തുനിന്ന് കിട്ടേണ്ട ഒരു സ്ക്രിപ്റ്റ് അല്ലായിരുന്നു. ഒരു ലോഹിദാസ് സ്ക്രിപ്റ്റ് നമുക്ക് പറയാൻ പറ്റാത്ത ഒരു സ്ക്രിപ്റ്റ് ആയിരുന്നു. എന്തായാലും ഇത്രയും സിനിമകളാണ്, 5 സിനിമകളാണ് പൃഥ്വിരാജിൻ്റെതായിട്ട് 2003 റിലീസായത്. ഇതിൽ സ്വപ്നക്കൂട് മാത്രമാണ് ഒരു ഹിറ്റ് ആയിട്ടുള്ളത്. ബാക്കി സിനിമകളൊക്കെ ആവറേജോ അല്ലെങ്കിൽ ഒരു ഫ്ലോപ്പ് സ്റ്റാറ്റസിൽ ഒതുങ്ങുകയാണ് ചെയ്തിട്ടുള്ളത്. എന്തായാലും നിങ്ങളുടെ ഒപ്പീനിയൻ നിങ്ങൾ പറയുക ഈ കണ്ട സിനിമകളെ കുറിച്ചൊക്കെയുള്ള. എനിക്കിതിൽ ഞാൻ സ്വപ്നക്കൂട് തന്നെയാണ് പ്രധാനമായിട്ടും എനിക്ക് എൻ്റെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള സിനിമകളും അന്ന് തിയേറ്ററിലാണ് ഇന്നും ഓർമ്മയുള്ള ഒരു സിനിമയും സ്വപ്നക്കൂട് തന്നെയാണ്. നിങ്ങളുടെ എക്സ്പീരിയൻസ് നിങ്ങൾ ഷെയർ ചെയ്യുക.